കൊല്ലത്തിന് പരിചയപ്പെടുത്തിയിട്ടുള്ള ആവശ്യമില്ലാത്ത ആളാണ് ആശ്രാമം ഉണ്ണികൃഷ്ണൻ. പ്രത്യേകിച്ച് ഗാനമേള വേദികളിലൂടെ തന്നെ കൊല്ലക്കാർക്ക് പ്രിയങ്കരനാണ്. അതേപോലെ സാംസ്കാരിക ഇടത്തിൽ പ്രിയങ്കരനാണ്. അഷ്ടമുടിയുടെ പ്രിയപ്പെട്ടവനാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി കൊല്ലം ആശ്രാമം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുകയാണ്. എല്ലാവിധ ഭാവങ്ങളും. കലാകാരനാണ്. രാഷ്ട്രീയം ഒപ്പമുണ്ട് എന്നറിയാം. എങ്ങനെ തോന്നുന്നു ഇലക്ഷൻ പ്രചരണത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് നല്ല വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ നല്ലൊരു സമൂഹം എൻ്റെ കൂടെ ഉണ്ട്. ആശ്രാമത്തെ ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും ഒരു പ്രതിനിധി എന്ന് പറയുമ്പോൾ ആശ്രാമം ഉണ്ണികൃഷ്ണൻ എന്നാണ് എൻ്റെ പേര്. പരിചയപ്പെടുത്തലുകൾ വേണ്ട, ആശ്രാമക്കാർക്ക് പരിചയപ്പെടുത്തലുകൾ വേണ്ട. അതെ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനത്തും പല ആൾക്കാരും എല്ലാ സപ്പോർട്ടും ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ശുഭാപ്തി വിശ്വാസത്തിലാണ്. പാർട്ടി അതുകൂടി കണ്ടുകൊണ്ടാണോ സ്ഥാനാർത്ഥിയാക്കിയത്? സ്വാഭാവികമായും വിജയം സുനിശ്ചിതമാണ്. കാരണം അത് ഒരു പേര് കൂടി അടയാളപ്പെടുത്തുന്ന കാര്യമല്ല. തീർച്ചയായിട്ടും വിജയം സുനിശ്ചിതം എന്ന് പറഞ്ഞാൽ ഈ ഡിവിഷൻ്റെ വികസനം എന്ന് പറയുന്നത് ഇപ്പം മുരടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. കൊല്ലം ആശ്രാമം ഡിവിഷന് 5 കോടി രൂപ അനുവദിച്ചിട്ട് 2 കോടി മാത്രമേ ചിലവാക്കിയിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിൽ 2 കോടി രൂപയുടെ വികസനം മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. ഇനിയും വികസനങ്ങൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഈ രീതിയിൽ നമ്മളിവിടെ ജയിച്ചു കഴിഞ്ഞിട്ട് ഈ പോരായ്മകൾ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് വിശ്വാസം. കൊല്ലം കോർപ്പറേഷൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണമെങ്കിൽ എന്നെപ്പോലുള്ള ആൾ ഇവിടെ വരണം. ഒപ്പം ഈ ആശ്രാമം ഡിവിഷനെ സംബന്ധിച്ച് കൊല്ലത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ പൂരം നടക്കുന്ന സ്ഥലം കൂടിയാണ്. തീർച്ചയായും അതിനു കൂടി ഒരു വലിയ പ്രാധാന്യമുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം പൂരം എന്ന് പറഞ്ഞാൽ ഈ യുവാജങ്ങൾക്കൊക്കെ ഇടവൽക്കിയതാണ് കഴിഞ്ഞ പൂരം, ഓർമ്മയില്ലേ? കാരണം പല ചിത്രങ്ങളടക്കം ഈ പൂരത്തിന് ഉപയോഗിച്ച് അവസാനം പോലീസിലടക്കം കേസിലേക്കടക്കം പോയ സാഹചര്യം ഉണ്ടായി. കാരണം എന്ന് പറഞ്ഞാൽ ഈ കലാപരമായിട്ട് മൂല്യമുള്ള ആൾക്കാരൊന്നുമില്ല കമ്മിറ്റിയിലുണ്ടായിരുന്നത്. എല്ലാവരും കുറച്ച് പേരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് യാദൃച്ഛികമായിട്ട് കമ്മിറ്റിയിൽ വന്നു വിട്ട ആൾക്കാരാണ്. ഇനി മുതൽ അത് മാറും. അത് മാറ്റിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. ഓരോ കാര്യം ആശ്രാമം ഡിവിഷനിൽ ആശ്രാമം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഉത്സവമായാലും പൂരമായാലും അത് ആശ്രാമം ഡിവിഷൻ കമ്മിറ്റിയുടെ ഒരു അംഗീകാരത്തോടു കൂടിയായിരിക്കും ഇനിയുള്ള പൂരം നടക്കുന്നത്. ഞാൻ ജയിച്ചു വന്നതിന് ശേഷം. പാട്ടുപാടിയാണ് വോട്ടുപിടുത്തം. പാട്ട് ഇടയ്ക്ക് പാടുന്നുണ്ട്. പക്ഷേ എൻ്റെ കൂടെ ശക്തമായിട്ട് ബ്രാഞ്ച് സെക്രട്ടറിമാരുണ്ട്, നേതാക്കന്മാരുണ്ട്, നമ്മുടെ മുമ്പ് സ്ഥാനാർത്ഥിയായിട്ട് നിന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ അത് കണക്ക് തന്നെ നേരത്തെ ഇവിടുത്തെ കർഷക സംഘത്തിൻ്റെ നേതാവുണ്ട്. അങ്ങനെ പല ആൾക്കാരും നമ്മുടെ കൂടെയുണ്ട്. പിന്നെ പാർട്ടി പിന്നിൽ ശക്തമായി നിൽക്കുകയാണ്. ഒരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി നൽകിയാലോ? അത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സംഗീതം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഭാഷയാണ്. അപ്പം സ്നേഹപരമായിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഇപ്പം സംഗീതം എന്ന് പറയുന്നത് ഈ സ്നേഹത്തിൻ്റെ ഭാഷ എന്ന് പറയുമ്പോൾ പ്രണയമാണ് സംഗീതത്തിൻ്റെ പ്രധാനപ്പെട്ട. അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു പാട്ട് പാടാം. പ്രണയവും വിരഹമാണ്. വിരഹത്തിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫ് എന്നോട് നല്ല സപ്പോർട്ടിനുണ്ട്. അതുകൊണ്ട് വിരഹത്തിൻ്റെ ആവശ്യമില്ല. അപ്പം പാടാം. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ, ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനിമേലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ, ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായിക നീ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായിക നീ. എന്നനുരാഗ തപോവന സീമയിൽ, എന്നനുരാഗ തപോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. വീടുകളിലേക്കൊക്കെ ചെല്ലുമ്പോഴേ എങ്ങനെയാണൊരു സ്വീകാര്യതയൊക്കെ എങ്ങനെയുണ്ട്? അത് പ്രത്യേകിച്ച് വീട്ടിലോട്ട് സ്വീകാര്യത പറഞ്ഞാൽ എല്ലാവരും എന്നെ സ്ഥിരപരിചയമുള്ളതുകൊണ്ട് സ്ഥിരമായിട്ട് നമ്മൾ ഈ ആശ്രാമ നിവാസികൾക്കെല്ലാം അറിയാം. വിഷുവിൻ്റെ അന്ന് 40 വർഷമായിട്ട് വിഷുവിൻ്റെ അന്ന് രാവിലെ ഭഗവാനെ കണ്ടതിന് ശേഷം വേദിയിൽ വന്ന് 6 മണിക്ക് ഇവിടുത്തെ ആശ്രാമ നിവാസികളെ കാണുന്നത് തന്നെയാണ്. ഞാനവിടെ നമ്മുടെ ശബ്ദമാണ്.
ആ ശബ്ദം ഭക്തിഗാനമുള്ള രാവിലെ 40 വർഷം നമ്മുടെ ശബ്ദവും നമ്മുടെ മുഖമാണ് കാണുന്നത്. കാണുന്നത്. അതുകൊണ്ട് സുപരിചിതനാണ്. അപ്പോൾ പിന്നെ പ്രത്യേകം മുഖവരിയൊന്നും വേണ്ട. മാത്രമല്ല ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പരിചയപ്പെടുത്താൻ തന്നെ ഇവിടെയുള്ള ഒരുപാട് ആൾക്കാർ കലാകാരന്മാർ കൂടുതലായും രാഷ്ട്രീയത്തിലേക്ക് എത്തുകയാണ്. കാരണം നമ്മുടെ ഒരു കലാകാരനായിരുന്ന മുകേഷ് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറയുന്നുണ്ട്, കലയും രാഷ്ട്രീയവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് പഠിച്ചത് അച്ഛനിൽ നിന്നാണ്. അതെ, തീർച്ചയായിട്ടും. എൻ്റെ അമ്മ പഴയ KPSCയിലെ ഒരു അഭിനേതാവാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് കലയായിട്ട് ബന്ധമുണ്ട്. KPSCക്ക് ആദ്യകാലത്ത് കക്കാരശ്ശി നാടകം ഉണ്ടായിരുന്നു. ആ കാലത്ത് അമ്മ അഭിനയിച്ചിട്ടുണ്ട്. വോട്ട് ചോദിക്കുന്നതായിട്ട്. നമസ്കാരം. എന്നെ അറിയാമല്ലോ. അപ്പോൾ അണ്ണൻ പോയോ? അപ്പോൾ എന്തായാലും എല്ലാ വോട്ടും നമുക്ക് സഹായിക്കണം. ആശ്രാമത്തിൻ്റെ മോളുണ്ട്. മോനെ വരും. അത് മോനുണ്ടോ എന്ന് വിളിക്കാം. ആണോ? അത് ശരി. അപ്പോൾ എന്തായാലും എല്ലാവിധ വോട്ട് തന്ന് സഹായിക്കണം. പിന്നെ അതുമാത്രമല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒരു വിളിപ്പാടകലെ അടുത്തുണ്ട് ഞാൻ. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ. നമ്മൾ ദൂരെയൊന്നും അല്ല, നമ്മളിവിടെ തന്നെ ഡിവിഷനിൽ എപ്പോഴും സജീവമായി തന്നെ ഉണ്ടാവും, മറ്റിടങ്ങളില്ല. അതെ. അപ്പോൾ എന്താണ് വോട്ടർമാരോട് പറയാനുള്ളത്, പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇവിടെ ആശ്രാമത്തെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ ആശ്രാമത്തെ ഉത്സവം, പൂരം, അതുപോലെ തന്നെ ആശ്രാമം ഡിവിഷന് വേണ്ടിയുള്ള ചെറിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഈ പറഞ്ഞ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 5 കോടി രൂപ ഉണ്ടായിട്ട് 2 കോടി മാത്രമേ ചിലവാക്കിയിട്ടുള്ളൂ ഇവിടെ ഈ ഡിവിഷനിൽ. ഇവിടെ മുമ്പേ വേറെ ഒരു കൗൺസിലർ ഇവിടെ. അപ്പം ഇപ്പോൾ ഞാൻ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ ഒരു ആറാട്ടുകുളം എന്ന് പറഞ്ഞൊരു കുളമുണ്ട്, ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ കുളം അവിടെ പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ അവിടെ നീന്തി കുളിച്ചിട്ടുള്ളത്. ആ കുളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ നിരാശാജനകമാണ്. അതിൻ്റെ ചുറ്റിലും മണ്ണെല്ലാം ഒലിച്ചിറങ്ങി അവിടെ മൊത്തം പായൽ കയറി അതൊക്കെ അതേപോലുള്ള ജനങ്ങൾക്ക് നന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് കലാപരമായിട്ട് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നന്നാക്കി പ്രോത്സാഹനം കലയ്ക്ക് തീർച്ചയായിട്ടും പ്രോത്സാഹനം. ഒരു കൊല്ലത്തിൻ്റെ കൾച്ചറൽ ഹബ്ബാക്കി മാറ്റി ആശ്രാമത്തെ കൊണ്ടുവരികയാണ് അടക്കം. തീർച്ചയായിട്ടും സാംസ്കാരിക സമുച്ചയമൊക്കെ നമ്മുടെ മേഖലയിലാണ്. അതൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളതിനെക്കുറിച്ച് ഈ ഒരു ഡിവിഷനിൽ ഞാൻ വന്നതിന് ശേഷം തീരുമാനം തീർച്ചയായും ഉണ്ടാവും, ആ ഒരു വിശ്വാസത്തിൽ. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന 24 ചാനലിലും ഞാനും ശ്രീകണ്ഠ സാറിനെ ഞാൻ 2011 ദുബായിൽ വെച്ച് കണ്ട് അദ്ദേഹത്തിന് എന്നെ അറിയാം. അദ്ദേഹത്തിന് ശ്രീകണ്ഠ നായർ സാറ് ഞാൻ ഇടയ്ക്ക് മനോരമ ചാനൽ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തെ ഞാൻ വിളിച്ചിരുന്നു. അദ്ദേഹം നേരം ായിട്ട് ബന്ധപ്പെട്ട് എന്നെ സംസാരിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും അദ്ദേഹം നയിക്കുന്ന ഒരു ചാനൽ ഇങ്ങനെ വന്ന് എനിക്ക് 2 വാക്ക് പറയാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എൻ്റെ കൂടെ ശക്തമായൊരു നിര എൻ്റെ കൂടെ ഉണ്ട് ഇവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള. അപ്പോൾ ആ ഒരു ഇതിലൂടെ എനിക്ക് മുന്നേറാൻ തീർച്ചയായിട്ടും പറ്റും. തീർച്ചയായിട്ടും വിജയിക്കും എന്ന ഉറപ്പാണ്. ഇപ്പോൾ ഇത്രയും ചാനലുകാർ ഒന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷം. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. വിജയി ആശംസകൾ. പാട്ടുപാടി ഇങ്ങനെ വോട്ട് പിടിച്ച് ആശ്രമത്തിൻ്റെ ഓരോ വീതികളിലും ഇങ്ങനെ ആശ്രമം ഉണ്ണികൃഷ്ണൻ സഞ്ചരിക്കുകയാണ്. ഗായകനെ കൂടിയാണ് കൊല്ലത്ത് ഇപ്പോൾ CPM രംഗത്തിറക്കിയിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് അരുൺ രാജ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.